റവ 1 കിലോ. റവ 1 കിലോ. പയർ 1/2 കിലോ. പയർ 1/2 കിലോ. കടുക് 100. കടുക് 100. മുളക് പൊടി 2. മുളക് പൊടി 2. വെളുത്തുള്ളി 100. വെളുത്തുള്ളി 100. TT കായം സാമ്പിൾ 1. കായം സാമ്പിൾ 1. കടല 1 കിലോ. കടല 1 കിലോ. മസാലപ്പൊടി 2. എഴുതിയോ? മസാലപ്പൊടി 2. 8 കൂട്ടം. 3, 5, 8 കൂട്ടം. കഴിഞ്ഞ മാസത്തെ ബാലൻസും ചേർത്ത് 810.60. ഇത് 500 ഉള്ളൂ. ഈ മാസം ഇത്തിരി ടൈറ്റ് ആണ്. എല്ലാം കൂടെ ചേർത്ത് അടുത്ത മാസം തരാം. സാറിന് എന്നാ ടൈറ്റ് ഇല്ലാത്തത്? റെഡി കാശ് എണ്ണി കൊടുക്കാതെ എനിക്കാരും ചരക്കരാനില്ല. അടുത്ത മാസം ക്ലോസ് ചെയ്യാൻ പിള്ളച്ചേട്ടാ. ശരി, ബാക്കി 310.60. സർക്കാരും കണക്കാ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കണക്കാ. ടൈറ്റ് ഒഴിഞ്ഞിട്ടൊരു നേരവും ഇല്ല. തക്കാളി 1 കിലോ. നോക്കി എടുത്തേ. വെള്ളരിക്ക എടുത്ത്. എന്താ വില? വെള്ളരിക്ക കഴിഞ്ഞല്ലോ സാറേ. നല്ലതൊക്കെ തന്നെ. കുറച്ച് കരിയാപ്പില വരും. കുറച്ച് പച്ചമുളക് വേണേ. തിരക്ക് പിടിക്കാതെ വേഗം എടുത്തേ. തെരഞ്ഞെടുക്കുന്നേ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിപ്പോ തരാന്ന് പറഞ്ഞു. ഇതിനെന്താ വില? ഇതിപ്പോ തരാം. അതെ, ഒരു 150 ഗ്രാം വെണ്ടയ്ക്ക, 200 ഗ്രാം തക്കാളി. ഈ തിരക്കിനിടയ്ക്ക് 100, 150 തൂക്കിയെടുക്കാൻ ഇത്തിരി പാടാ സാറേ. വീട്ടിലെ അംഗസംഖ്യ കുറവാ. ഇവിടെ അംഗസംഖ്യ കുറവാ. എടുത്തു കൊടുക്കാനും കണക്ക് കൂട്ടാനും കാശ് മേടിക്കാനും ഞാൻ ഒരാളേ ഉള്ളൂ. ധൃതിയില്ല, തിരക്കൊഴിഞ്ഞിട്ട് മതി. ഒന്ന് മറിക്കേ. 2 കിലോ തക്കാളി, 1 കിലോ ബീൻസ്. സാറിന് തക്കാളി എത്രയാണെന്ന് പറഞ്ഞത്? 2 കിലോ. സൂക്ഷിച്ച് വെള്ളം. നടന്നോളൂ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്താ, സർക്കാർ ഉദ്യോഗസ്ഥൻ ഭാഗ്യവാൻ. പിടുത്തവും വലിയും കഴിഞ്ഞ് കൈ കിട്ടിയ ശമ്പളം എത്രയാണെന്നറിയോ? 1500 രൂപ. ആ കോയാക്കുട്ടിയുടെ ലോണിന് ജാമ്യം നിന്ന വകയില് ഇത്തവണയും പിടിച്ചു 150 രൂപ. കണ്ണി കണ്ടവർക്കൊക്കെ വേണ്ടി ജാമ്യം നിന്നാ ഇങ്ങനെ ഇരിക്കും. ഞാൻ അന്നേ പറഞ്ഞത് അയാൾ ആളത്ര ശരിയല്ലാന്ന്. അതങ്ങനെ മേനോനെ എന്ന് 2 പ്രാവശ്യം വിളിച്ചാൽ നമ്മൾ പിന്നെ അങ്ങ് വീഴുമല്ലോ. അയാളെ പിടിച്ചു നിർത്തി എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുക ഞാൻ എണ്ണി വാങ്ങിക്കും. ഈ ഉണ്ണികൃഷ്ണ മേനോന്റെ സ്വഭാവം അയാൾക്ക് ശരിക്കും അറിയില്ല. അയാൾക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടല്ലേ അയാൾ ജാമ്യം നിർത്തിയത്. എന്നിട്ടിപ്പോ പലചരക്കടയിൽ എത്ര കൊടുത്തു? 500 രൂപ. 310 രൂപയോളം ബാക്കിയുണ്ട്. മോക്കുള്ള ബേബി ഫുഡ് വാങ്ങിച്ചോ? അത് പിന്നെ മുടക്കാൻ പറ്റുമോ? അവക്ക് വേണ്ടിയല്ലേ ഈ പാടുപെടുന്നതൊക്കെ. പക്ഷെ കഴിഞ്ഞ മാസത്തേക്കാൾ ബേബി ഫുഡിന് 10 രൂപ വില കൂടി. ഇനി ഈ വീടിന്റെ വാടകയും പാലിന്റെയും ഗ്യാസിന്റെയും പൈസയും കെട്ടി മാളുവമ്മയ്ക്കുള്ള ശമ്പളവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മാസത്തെ ബസൂലിക്കുള്ളതേ ഉണ്ടാവും മിച്ചം. ഇത്തവണ ഒരു 100 രൂപ കൂടുതൽ വേണമെന്നാ മാളുമ പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ? അവരുടെ മോടെ കൊച്ചിന്റെ ചരടുകെട്ടാണത്രേ. പച്ച കള്ളവാ. എല്ലാ മാസവും ഉണ്ടാവും ഇതേപോലെ ഓരോ ചരട് കെട്ടും 16 അടിയന്തരവും ഒക്കെ. എപ്പ നോക്കിയാലും അപ്പുറത്തെ വീട്ടിൽ കയറി നിറങ്ങിക്കൊണ്ടേയിരിക്കും. എത്ര കൊടുത്താലും മുഖത്തിനൊട്ടൊരു തെളിച്ചുമില്ല. അവരുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. ഇനി കുറച്ച് നേരത്തേക്ക് VCR ഒന്ന് ഓഫ് ചെയ്യും. വാർത്തയുടെ സമയമായി. ഓഫ് ചെയ്യടാ. നല്ലൊരു പടമായിരുന്നു. അതിനിടയ്ക്ക് അങ്ങ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഇനി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പ കാണാനും. മാളുമേ, ഉണ്ണികൃഷ്ണ മേനോനെ കുറിച്ച് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ? വെള്ള ഇടണ കാര്യം. അത് തന്നെ. അതെന്താ? ആകെ 2 വെള്ള ഷർട്ടും വെള്ള പാൻസും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. നേരോ? ഞാൻ പിന്നെ എന്തിനാ നുണ പറയണേ? വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ആളെന്നാ രാധി എന്നോട് പറഞ്ഞ്. അങ്ങനല്ലേ പറയാൻ പറ്റൂ. കളറുള്ളത് വല്ലതും ആണെങ്കിൽ കള്ളി വെളിച്ചത്താവൂലേ? ഓ, ഇങ്ങനെ പിശുക്കുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ആയുസ് കണ്ടിട്ടില്ല. അയാൾക്ക് പറ്റിയ ഒരു പെമ്പർ നോത്തി. വെളിച്ചെണ്ണ കറിയിൽ ഒഴിക്കുന്നത് പോലും ടീസ്പൂൺ കണക്ക് വെച്ചിട്ടാ. പറഞ്ഞ എന്തായി? കൂട്ടിയിട്ടിട്ട് പരദൂഷണത്തിന് ഇറങ്ങിയിരിക്കുക. എന്ത് ചെയ്യും സഹിക്കല്ലാതെ. മാളുമേ, നേരോ? പിന്നെ ദേ വരുന്നു. വന്നു തോന്നുന്നു. പ്രീതിമോളെ വാ. ഈ മാളുവമ്മയ്ക്ക് ഇവിടെ ഇരുന്നാലെന്താ? അതിനിവിടെ TV ഇല്ലല്ലോ. TV കണ്ടില്ലെങ്കിൽ എന്താ ചത്തുവോ? വീട് കുത്തി തുറന്ന് ആരെങ്കിലും എന്തെങ്കിലും പിറക്കിക്കൊണ്ടു ആരറിയും? ഒരു ഉത്തരവാദിത്വം ഇല്ല. ഒന്ന് മിണ്ടായിരിക്കേ, വരുന്നുണ്ട്. TVയിൽ ഇന്നും സിനിമ ഉണ്ടായിരുന്നു മാളുമേ? കാസറ്റിലെ സിനിമയൊക്കെയായിരുന്നു. തീർന്നോ? ഏയ്, അപ്പോഴേക്കും ആ സാറ് വന്ന് ഓഫ് ചെയ്തു. അങ്ങേർക്ക് വാർത്തകൾ കേൾക്കണമെന്ന്. അല്ലേലും അങ്ങേര് ഒരു മുരടനാ. ഏത് സിനിമയായിരുന്നു മാളുമ്മേ? അയൽവാസി ഒരു ദരിദ്രവാസി. മോള് ബാ.
ഇതിൽ എല്ലാ കളറുള്ള പെൻസിൽ ഉണ്ടോ അച്ഛാ? എല്ലാ കളറും ഉണ്ട്. അച്ഛന്റെ മുത്ത് നല്ല സ്റ്റൈലം പടം വരച്ച് അച്ഛനെ കാണിക്കണം കേട്ടോ. എനിക്ക് കൊരങ്ങച്ചന്റെ പടം വരയ്ക്കാൻ അറിയാലോ. കൊരങ്ങച്ചനല്ല, കൊരങ്ങച്ചി എന്ന് പറഞ്ഞാ മതി. എന്നാ വേഗം വരച്ച് കാണിച്ചേ. ഡ്രോയിങ് ബുക്കിൽ വരയ്ക്കട്ടെ. ആ അമ്മേ, അമ്മ എന്റെ സ്കൂൾ ബാഗിങ് എടുത്തേ. രാധികേ, മോളുടെ സ്കൂൾ ബാഗ് എടുത്തേ. മോള് ദേ തന്റെ പടം വരയ്ക്കാൻ പോണു. അച്ഛനും മോളോട് പടം വരച്ച് കളിക്കാൻ പോവാണോ? കുളിക്കണ്ടേ? അച്ഛനല്ല, ഞാനാ പടം വരയ്ക്കാൻ പോണേ. അച്ഛൻ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താടാ മുത്തേ? നാളെ എനിക്ക് 10 രൂപ വേണം. എന്തിനാ 10 രൂപ? സ്കൂളിൽ കൊടുക്കാനാ. മറ്റന്നാ മദറിന്റെ ഫീസ്റ്റാ. ഈ സ്കൂളിൽ എത്ര മദർമാരുണ്ട്? എപ്പോ നോക്കിയാലും ഫീസ്റ്റ് ആണല്ലോ. ആ, മോൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. അല്ലാതെ കപ്പലിന്റെ വാങ്ങിച്ചെടുത്ത് കളക്ടറാക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ദേ, ഇങ്ങനെയാണെങ്കി എന്നെ കൊണ്ട് അടുക്കളപ്പണി ഇത്തിരി പ്രയാസ. എന്താ മാളുമ്മേ? ചുമ്മാ കുറിപ്പടി എഴുതിക്കൊണ്ട് പോയാൽ മാത്രം പോരാ, എഴുതിയത് വാങ്ങിക്കാൻ വേണം. അതിനിപ്പോ എന്താ പറ്റിയെന്ന് പറ. കൊച്ചിനുള്ള പാൽപ്പൊടി 2 വലിയ ടിന്ന് എഴുതിയിട്ട് ഒരു ചെറിയ ടിന്നേ ഉള്ളൂ. ബിസ്ക്കറ്റ് 4 പാക്കറ്റ് എഴുതിയിട്ട് എത്ര വാങ്ങിച്ചേക്കണം നോക്കിയേ. 4 പാക്കറ്റോ? ഇവിടെ എന്താ ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങാൻ പോണ്ടോ? മാളുമ്പോ 4 പാക്കറ്റ് എഴുതിയ നേരാ. ഞാനത് കുറച്ച് എഴുതിയത്. അധികം വാങ്ങിച്ചു വെച്ചാൽ തണുത്തു പോകത്തില്ലേ? തണുക്കണ കാര്യമൊന്നും പറയണ്ട. അങ്ങനെ തന്നിഷ്ടത്തിന് വാങ്ങിക്കാനാണെങ്കിൽ പിന്നെ അതെത്ര വേണം മാളുവമ്മേ, ഇതെത്ര വേണം മാളുവമ്മേ എന്നൊക്കെ എന്നോട് ചോദിക്കണേ എന്തിനാ? മാളുമ്മേ, ബിസ്ക്കറ്റും പാൽപ്പൊടിയും ഒക്കെ നമുക്ക് തീരുമ്പോ മേടിക്കാമല്ലോ. അധികം മേടിച്ചു വെച്ചാ എപ്പോഴും എടുത്ത് വേഗം അങ്ങ് തീരും. അത് ശരി. അപ്പൊ ഞാൻ അധിക ചെലവ് ചെയ്യിക്കുകയാണെന്നല്ലേ? എന്റെ സാറേ, 2 പേരും കൂടി 12,500 രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ എച്ചിത്തരം കാണിക്കുന്ന എന്തിനാ? എച്ചിത്തരോ? രണ്ടും കെട്ട ഭാഷ പറയരുത് കേട്ടോ. നിങ്ങൾ ഭരിക്കാനൊന്നും വരണ്ട. ഞങ്ങൾ മേടിച്ച് തരണത് കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ നുള്ളിപ്പെറുക്കി ഒപ്പിക്കാനൊന്നും എന്നെ കിട്ടില്ല. കണ്ണ് നിറച്ച് കണ്ട് കളയണം നല്ല 1-ാം തരം തറവാടികളുടെ അടുക്കളയിൽ കിടന്ന ഞാൻ ഈ പണി പഠിച്ചത്. എന്നാ അങ്ങോട്ട് തന്നെ പൊക്കോ. ആരാ വേണ്ടെന്ന് പറഞ്ഞത്? ഞാനേ ഇവിടെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. ആ ജേക്കബ് സാറ് കൈയും കാലും പിടിച്ച് പറഞ്ഞിട്ടാ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ, എന്റെ മാളുമ്മ എന്ന് പതുക്കെ പറ. എന്തിനാ പതുക്കെ പറയണേ? കാശേ പോക്കറ്റിൽ ഇട്ടോണ്ട് നടന്നാ പോരാ, ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങിക്കണം. അല്ലാതെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു ഇത്തിരി പാൽപ്പൊടി മേടിച്ചു തന്നിട്ട് കൊച്ചു ക്ഷീണിക്കണം എന്താന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരാഴ്ച കഴിഞ്ഞ് സാധനങ്ങൾ മേടിക്കണമെന്ന് പറയുമ്പോ ഇത്ര വേഗം തീർന്നോന്ന് എന്നോട് ചോദിച്ചേക്കരുത്. ആ ദൈവമേ. അച്ഛാ, ഞാൻ വരച്ചു. എത്ര കൃത്യമായിട്ടാ മോള് വരച്ചിരിക്കുന്നെന്ന് നോക്കിയേ. ഇനി അതിന്റെ അടിയിൽ ഒരു പേര് കൂടി എഴുതിയാൽ കറക്റ്റ് ആയിരിക്കും. മാളുമ്മ എന്ന്. എന്താ ഇത്? ഗുഡ് നൈറ്റ്. ഷോപ്പിൽ നിന്ന് ക്രെഡിറ്റ് വാങ്ങിയതാ. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞു. ഇതിനെന്താ വില? 134 രൂപ. 134 രൂപയോ? അതെ. കൊതുക് അടിച്ചിട്ടേ എന്റെ മോളുടെ മേലൊക്കെ തിണർത്തു. എന്നാലും ഇത്രയും വിലയുള്ള കൊതുക് സംഹാരി നമുക്കിപ്പോ വേണ്ടിയിരുന്നോ? നമ്മുടെ രാമകൃഷ്ണനോട് പറഞ്ഞ് ഈ ഏരിയയില് മരുന്ന് ഇത്തിരി കൂടുതൽ തളിപ്പിച്ചാ മതിയായിരുന്നു. കോർപ്പറേഷന്റെ ആ മരുന്ന് വിളിച്ചാൽ കൊതുക് കൂടത്തേ ഉള്ളൂ. എന്നെ ഒരു കൊതുകും കടിക്കണില്ലല്ലോ. സ്വപ്നം കണ്ട് കിടക്കുന്നവരെ ആന കുത്തിയാലും അറിയില്ലല്ലോ. ആ തലേണിങ് തന്നെ. പിന്നെ മാളുവമ്മയ്ക്ക് ഒരു ഗുഡ് നൈറ്റ് വേണമെന്നാ പറയുന്നത്. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഗുഡ് നൈറ്റ് അല്ല, അവരോട് ഗുഡ് ബൈ പറഞ്ഞാൽ എന്താന്നാ ഞാൻ ആലോചിക്കണേ. പറഞ്ഞയക്കാനോ? പിന്നല്ലാതെ എത്ര നടന്നു വെച്ചാ ഈ ശല്യം സഹിക്കാ? അതെ, പറഞ്ഞയച്ചാലേ ഒരാളെ കിട്ടാനുള്ള പാട് നമ്മൾ അനുഭവിച്ചല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. തന്റെ അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയാലോ? അല്ല, അവരെ ഇവിടെ വിളിച്ചോണ്ടെന്ന് കൂടെ താമസിപ്പിച്ചാലോ എന്ന്. എവർക്ക് കൊടുക്കണ ശമ്പളം മിച്ചമാവും. പിന്നെ സ്വന്തമാവുമ്പോ വീടിനോടും മോളോടും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. എന്റെ അമ്മയെ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. താനെന്താ ആലോചിക്കണേ? അല്ല, എന്റെ അമ്മ ഒന്ന് ഇഷ്ടാവോ? എന്താ ഇഷ്ടം ആവായിക? പൊന്നാരന്തോട്ടത്ത് തറവാട്ടിലെ വെളുത്തെടുത്തി അമ്മായിയമ്മയാണെന്ന് അയൽക്കാരോട് പറയാൻ മേനോൻ തമ്പുരാന് ചലിപ്പുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ താനോ? എനിക്കങ്ങനെ ജാതി മതമൊന്നുമില്ല. അത് പുറത്ത്. ഉള്ളില് മേനോൻ കുറച്ച് ഇപ്പോഴും ഉണ്ടേ. ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ജാതി കാര്യം പറഞ്ഞ് ഒഴിയണ്ട. അതുകൊള്ളാം. എനിക്കെന്തിനാ ഇഷ്ടക്കുറവ്? പക്ഷേ കൊണ്ടുവരാൻ ചേട്ടൻ സമ്മതിക്കുമെന്ന സംശയം. അതിന് ചേട്ടനും തന്റെ അമ്മയായിട്ട് എപ്പോഴും വഴക്കല്ലേ? ആ വഴക്ക് കാര്യമാക്കണ്ട. കാര്യത്തോടെ എടുക്കുമ്പം അമ്മയും മോനും ഒന്നാ. നമ്മൾ ഒരുമിച്ചെന്ന് വിളിച്ചാ ചിലപ്പോ പറഞ്ഞേച്ചേക്കും. അത് പിന്നെ എനിക്ക് ലീവില്ല. താൻ തന്നെ പോയാ മതി. കണ്ടോ,
അപ്പൊ ഇത്തിരി ചെലിപ്പുണ്ട്. ഏയ് അതുകൊണ്ടല്ല, തറവാടിന്റെ മുമ്പ് കൂടിയൊക്കെ പോണ കാര്യം ആലോചിക്കുമ്പോ വഴിയിൽ വെച്ച് അച്ഛനെങ്ങാനും കണ്ടാൽ. ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചാ ചേട്ടൻ അമ്മയെ വിടുമെന്ന് തോന്നുന്നില്ല. വേലായുധനോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഞാൻ പറഞ്ഞ എന്റെ അളിയൻ